ചന്ദ്രേച്ചി, ചന്ദ്രേച്ചി, ഓ ഈ ചന്ദ്രേച്ചി, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ ഹസ്ബൻഡിന് ലോട്ടറി അടിച്ചു പോലും. അപ്പുറത്തോട്ടില് ഗോവിന്ദേട്ടനെ എന്നോട് വിവരം അറിയിച്ചത്. ചന്ദ്രാട്ടൻ കവലിൽ നിന്ന് ഗോവിന്ദേട്ടനോട് വിവരം അറിയിച്ചു പോലും. ആ ശരിക്കും ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന്. എന്ത് നീ എന്നാ പറഞ്ഞേ? ലോട്ടറി അടിക്കാനാ? അതും എന്റെ ചന്ദ്രാട്ടന് ശരിക്കും? അയ്യോ, എന്റെ ചന്ദ്രാട്ടന് ലോട്ടറി അടിച്ചെന്നാ? അയ്യോ, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീർന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നമ്മൾ പണക്കാരായേ നാട്ടുകാരെ. അയ്യോ, നാട്ടുകാരെ അറിഞ്ഞോ നമ്മൾ പണക്കാരായി. നമ്മുടെ പണക്കാരായേ. ചേച്ചിയുടെ ഒരു സന്തോഷം നോക്ക്. എന്നെ അമ്മ വിളിക്കാനാ? ആ, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേട്ടാ. ഞാനിപ്പോൾ വരാം. ചേച്ചി എന്നെ അമ്മ വിളിക്കുന്നുണ്ട് പോലും. ഇനി ഞാൻ പോയിക്കോട്ടെ. ശരിയാ? സന്തോഷിക്കടി, നീ സന്തോഷിക്ക്. ഞാൻ നിന്നെ ശരിക്കും ഫോളാക്കിയതല്ലേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പയ്യെ നിനക്ക് മനസ്സിലായിക്കൊടും കേട്ടാ. ലതികേ, എടി ലതികേ, നീ അറിഞ്ഞോ നമുക്ക് ലോട്ടറി അടിച്ചെന്ന്? നമ്മൾ പണക്കാരായടി. മിനിഞ്ഞാന്ന് നിന്റെ ബുള്ളറ്റ് തൊട്ടപ്പോ നീ എന്താ എന്നോട് പറഞ്ഞേ? ഇത് തൊടേണ്ട യോഗ്യത നിനക്കില്ലാന്ന്. അതെടി, അന്ന് എനിക്ക് ആ യോഗ്യത ഇല്ലായിരുന്നു. പക്ഷെ നാളെ തൊട്ട് എനിക്ക് ആ യോഗ്യത വരുന്നുണ്ടടി. അതും ബുള്ളറ്റിലല്ല, ബെൻസ് കാറ്. ഞാൻ എൻ്റെ ചന്ദ്രാട്ടൻ്റെ കൂടെ ഇരുന്ന ഒരു ബെൻസ് അടി. അയ്യോ, അതൊക്കെ കൊണ്ട് നീ അസൂയപ്പാടുണ്ടടി. ചേച്ചിയെ, ഓ അത് ഇന്നത്തെ പത്രാണോ? ആ, ഞാൻ എടുത്തോട്ടെ? എടുത്തോളൂ. ശരി. ഏപ്രിൽ 1 അപ്പൊ അവളെന്നെ ഫൂളാക്കിയതാണല്ലേ. അയ്യോ, ഞാനിനി എങ്ങനെ ലതികന്റെ മുഖത്ത് നോക്കൂ. അയ്യോ, എന്റെ ബെൻസുകാരെല്ലാം പോയി. നമ്മള് പാവങ്ങളാ.